നല്ല സ്റ്റാർട്ടായിരുന്നു കേട്ടാ, വെരി ഗുഡ് സ്റ്റാർട്ട്. കുറെ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? കുറെ ട്രൈ ചെയ്തു. ഈ പാട്ട് പാടാനും പ്രയാസമാണ്. ഇതെല്ലാം പഠിച്ചിട്ട് വളരെ നിരാശാജനകമായി പോയി. കാരണം എന്റെ ലിറിക്സും എല്ലാം മറന്നിട്ടൊരു കോൺഫിഡൻസ് അത് നഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പാടിയാൽ മതിയായിരുന്നു. വായിൽ വരുന്ന കോതയ്ക്ക് പാട്ടൊന്ന് അങ്ങ് പാടിയാൽ മതിയായിരുന്നു. അതല്ലേ അതിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ചേച്ചി, ഞാനിത് ആദ്യമായിട്ടാണ് അഖിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നത്. സാധാരണ എല്ലാം വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നൊരു കുട്ടിയാണ്. എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാക്കില്ല. ഞാൻ പറഞ്ഞതേ മോനെ, നമുക്ക് ലിറിക്സ് മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ചരണ ഏതെങ്കിലും ഒന്ന് വായില്ല, നമ്മൾ പാടിയിരിക്കുമ്പോ ഏതെങ്കിലും ഒന്ന് വായിൽ വരില്ലേ? ഇപ്പൊ ഫസ്റ്റ് ചരണത്തിന്റെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ അത് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഈ മൈക്കൊക്കെ ഇങ്ങ് ദൂരെ മാറ്റിപ്പിടിച്ച് ഞാൻ തെറ്റിച്ചു എന്നുള്ളത് 10 പേരെ അറിയിച്ചു. അതിലതാ ചെയ്തത്. അറ്റ്ലീസ്റ്റ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ പാടിയപ്പോലും അതൊരു ഇഫക്റ്റ് ആയിട്ട് അവിടെ പാടിയതെന്ന് നമ്മൾ വിചാരിക്കും. മനസ്സിലായില്ലേ? പാടാൻ അവിടെ ഓ എന്നുള്ള എക്സ്പ്രഷൻ, പിന്നെ കുറെ സ്ഥലത്ത് ശ്രുതി പോയി. പിന്നെ മോളത്തെ ഫസ്റ്റ് പല്ലവിയിൽ മുഴുവൻ മേലത്തെ ഗാന്ധാരത്തെ അവിടെ വരെ തൊടുമ്പോ തന്നെ അഖിലിനൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു. അതേസമയം ഫസ്റ്റ് ചരണം വരുമ്പോ അത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ആ ജുഗൽബന്ദിയിൽ ഒരു സംഗതി പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എക്സ്പ്രഷൻ ആയിരുന്നു അത്. ഏതായാലും ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ റൗണ്ട്സിനും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ, നന്നായിരുന്നു മോനെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, എന്തെങ്കിലും മറന്നുപോയി. പിന്നെ തന്നാനെ അങ്ങ് മൈക്ക് ക്ലോസ് ചെയ്തിട്ട് പിടിച്ച് അങ്ങ് പാടിക്കണം. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സുല്ലിടാനോ അമ്പാലിടാനോ ഒന്നും പറ്റത്തില്ലല്ലോ. കളി പോലെ സുല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഉള്ളതങ്ങ് പാടുക. തന്നെ പാടിപ്പോ അത് ലിറിക്ക് എന്ത് വന്നില്ല, തന്നെ ചൂണറിഞ്ഞൂടെ മോന്. കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പാടുക മതി. അത് കഴിഞ്ഞ് മോണാലിസ വന്ന മോണാലിസയ്ക്ക് ഒരു ചന്തം കാണും. ഇത് മോണാലിസ ആദ്യമായിട്ട് കരഞ്ഞു കണ്ടിയ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. ശരത് സർ ആൻഡ് കാവേരി. ഹായ് അഖിൽ. എന്റെ അമ്മയും വീട്ടിലെല്ലാരും ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ പ്രോഗ്രാം. അതിൽ ഒരു 2-3 പേരുണ്ട്. അതിലൊന്ന് അഖിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അമ്മ ഞാൻ വന്നപ്പോ രഞ്ജിനി അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നില്ല, അമ്മ പറഞ്ഞൊന്ന് പറയട്ടെ? ഒന്നുമില്ല. അമ്മ പറഞ്ഞു, നീ അവിടെ പോയിട്ട് ബാലരമ വായിച്ച പിള്ളേരെ പോലെ ഇരിക്കില്ലേ, കുറച്ച് വിവരത്തിലൊക്കെ സംസാരിക്കണം. കാവേരി അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് ഞാൻ കുറച്ച് വിവരത്തിൽ സംസാരിക്കാൻ പോകും. ഇപ്പൊ ഇടയ്ക്ക് ഇത് മറന്നുപോയി, ലിറിക്സ് മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞല്ലോ. ഇത് ചിലർക്കും ഉണ്ടാവും. ഞങ്ങൾ ഷോസ് ഒക്കെ പോകുമ്പോ മൂവ്മെന്റ്സ് മറന്നുപോകും. കാരണം കുറെ ഡാൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലെ മൂവ്മെന്റ്സ് മറന്നു. മാസ്റ്റർ എന്ത് പറഞ്ഞു, മൂവ്മെന്റ് മറന്നുപോയി പെട്ടെന്ന് റൗണ്ട് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് 2 പേരുണ്ടെങ്കിൽ അത് ഈസി ആവും അത്. സോ അങ്ങനെ നോക്കിയപ്പോ അതിലൊരു കുട്ടി ഫുൾ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന നോക്കുമ്പോ എല്ലാം ഫുൾ റൗണ്ട്, എല്ലാം മറന്നുപോയി. ഞാൻ ആ കുട്ടി, കാവേരിയാണ് ആ കുട്ടി. സോ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. നല്ല ഡാൻസേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നന്നായിട്ട് ചെയ്തു ഡാൻസേഴ്സ് എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാവേരി. ഇനി മാർക്സ്, അഖിലിന്റെ മാർക്സിലേക്ക് എടുക്കാം. ഔട്ട് ഓഫ് 30 ശ്രീയേട്ട 24. ശരത് സർ 24. താങ്ക് യു. ചേച്ചി 25. 25 ആൻഡ് കാവേരി ഔട്ട് ഓഫ് 10 7. 73 പ്ലസ് 7 80. 80 മാർക്സ് ആണ് അഖിലിന് അവിടെ ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ഈ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്യാം. എനിക്ക് ഇനി അടുത്ത സ്റ്റേജിൽ പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും വോട്ട് വേണം. ദയവ് ചെയ്ത് എല്ലാവരും പ്ലീസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. പ്ലീസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് അഖിൽ AKHIL. താങ്ക് യു. നമ്മളുടെ ഈ 7th സ്റ്റേജിലെ ഈ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. പെർഫോമൻസസ്, കണ്ടസ്റ്റൻസിന്റെ കോമ്പറ്റീഷൻ പെർഫോമൻസസ്. അടുത്തത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വരലയം സെഗ്മെന്റിലാണ്. A break just before that. മാനത്തെ കായലിൻ മണപ്പുറ